ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡ്. ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്ങും നിങ്ങളുടെ പേഴ്സൻ്റെ തേർഡ് പാർട്ടി ആയിട്ടുള്ള കറണ്ട് ഫീലിംഗ് എന്താണെന്ന് നോക്കാനാണ്. ആദ്യം തേർഡ് പാർട്ടിയുമായിട്ടുള്ള നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് നോക്കുക. അതിനുശേഷം നിങ്ങളുമായിട്ടുള്ള നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് നോക്കാം. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണോ എന്ന് ചോദിച്ചപ്പോൾ ഏഞ്ചൽസ് പറഞ്ഞത് അതെ എന്നാണ്. കൂടുതൽ ആൾക്കാരുടെയും പേഴ്സൺ തേർഡ് പാർട്ടിയിലാണ് ഉള്ളത്. തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്നിട്ട് നിങ്ങളെ ചതിക്കുകയാണ് ചെയ്യുന്നത് കൂടുതൽ ആൾക്കാരുടെയും പേഴ്സൺ. കാരണം നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ വളരെയധികം സന്തോഷമായിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങളാണ് വിഷമിക്കുന്നത്. ഇവിടെ ഇവരുടെ ലൈഫിൽ അങ്ങനെ ഏതോ ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയെ നിങ്ങളുടെ പേഴ്സൺ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. ആ വ്യക്തിയാണ് ഇവിടെ തേർഡ് പാർട്ടി ആയിട്ട് വന്നേക്കുന്നത്. ഇവിടെ ഇവർ തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണ് എങ്കിൽ ഇവർ ചതിക്കുന്നുണ്ടോ നിങ്ങളെ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്നാണ് കാണാൻ സാധിക്കുന്നത്. രണ്ട് സിറ്റുവേഷനും ബാലൻസായി കൊണ്ടുപോകാനാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ഇവിടെ ഒരു സൈഡ് നിങ്ങളും ഒരു സൈഡ് തേർഡ് പാർട്ടിയും രണ്ടുപേരെയും ഇവർ സ്നേഹിക്കുന്നു. രണ്ട് സിറ്റുവേഷൻ ബാലൻസായി കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു ഇവർ. ഇവർ ആഗ്രഹിക്കുന്നത് നിങ്ങളും സന്തോഷമായിട്ടിരിക്കണം, തേർഡ് പാർട്ടിയും സന്തോഷമായിട്ടിരിക്കണം എന്നാണ്. തേർഡ് പാർട്ടി ഇവിടെ കൂടുതലും കാണാൻ സാധിക്കുന്ന ഇവരുടെ കുടുംബമായിട്ടാണ് തേർഡ് പാർട്ടി. കാരണം സണ്ണിൻ്റെ ആ ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. തേർഡ് പാർട്ടി ഇവരുടെ കുടുംബമായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയെയും നിങ്ങളെയും ഒരിത്തിരി സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവർ രണ്ട് സിറ്റുവേഷൻ ബാലൻസായി കൊണ്ടുപോകുന്നത്. ഇവിടെ നിങ്ങൾക്കും തേർഡ് പാർട്ടിയും ഇടയിലുള്ള പ്രശ്നങ്ങൾ എപ്പോൾ തീരുമെന്ന് ചോദിച്ചപ്പോൾ സമയമെടുക്കും എന്നാണ് കാണാൻ സാധിക്കുന്നത്. അതായത് വരാൻ പോകുന്ന സമയം അങ്ങനെ ഇവർ എന്തോ ഒരു ആക്ഷൻ എടുക്കും. ആ ആക്ഷൻ എടുക്കുന്നതിലൂടെ നിങ്ങളും തേർഡ് പാർട്ടിയും തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് ഫാമിലി നിങ്ങളെ അംഗീകരിക്കും, ഇല്ല എങ്കിൽ ഫാമിലിയെ ഇഗ്നോർ ചെയ്തിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കും. അങ്ങനെ എന്തെങ്കിലും വരാൻ പോകുന്ന സമയം ഉണ്ടാകും. ഏതൊരു വ്യക്തിയാണെങ്കിലും ആദ്യമൊക്കെ ഫാമിലിയും നിങ്ങളുടെ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയെയും തമ്മിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ നോക്കും. പക്ഷേ ഒരു പരിധി വരെ കൊണ്ടുപോകാൻ നോക്കും. പക്ഷെ അത് കഴിഞ്ഞിട്ട് നടക്കുന്നില്ല എങ്കിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ എന്താക്കി തന്നെ ചെയ്യും. അതേപോലെ നിങ്ങളുടെ പേഴ്സണും കെയർ ഫ്രീ ആയിട്ട് ഏതെങ്കിലും ഒരു സിറ്റുവേഷന് വേണ്ടി വരാൻ പോകുന്ന സമയം ആക്ഷൻ എടുക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണ് ഉള്ളത്. അവരുടെ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നത് അവരുടെ ഫാമിലിയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് രണ്ട് സിറ്റുവേഷനിലും അവർ ബാലൻസായി കൊണ്ടുപോകുന്നത്. അപ്പോൾ വേറെ ആരുമല്ല തേർഡ് പാർട്ടി. ആവശ്യമില്ലാതെ ചിന്തിച്ച് വിഷമിക്കേണ്ട. ലവേഴ്സ് ഒന്നും തന്നെയല്ല തേർഡ് പാർട്ടി. ഫാമിലിയാണ് തേർഡ് പാർട്ടി ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ഫാമിലി തേർഡ് പാർട്ടിയായി വരാൻ കാരണം ഇവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ ഫാമിലിയുടെ സമ്മതത്തോടെ വേണം നടക്കാനെന്നാണ്. അതായത് നിങ്ങളുമായിട്ടുള്ള മാരേജും എല്ലാം ഫാമിലിയുടെ ബ്ലെസ്സിങ്ങോടെ നടക്കണം. അതിനു വേണ്ടിയാണ് ഇവർ രണ്ട് സിറ്റുവേഷൻ ബാലൻസിൽ കൊണ്ടുപോകുന്നത്. പക്ഷേ ഫാമിലി ഒരു വിധത്തിൽ അംഗീകരിച്ചില്ല എങ്കിൽ ഇവർ ഉറപ്പായിട്ടും നിങ്ങളെ രജിസ്റ്റർ മാരേജ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ഉണ്ടാവുക. ഇവിടെ ഇവർ നിങ്ങളെ ഒരു ട്രഷറിനെ പോലെയാണ് വച്ചിരിക്കുന്നത്. അതായത് ഒരു നിധിയാണ് നിങ്ങൾ ഇവരുടെ ലൈഫിൽ. അതുകൊണ്ട് തന്നെ രണ്ടുപേരെയും ബാലൻസായി കൊണ്ടുപോകണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ഇവിടെ ഫാമിലി അല്ലാതെ വേറെ ഏതെങ്കിലും രീതിയിൽ തേർഡ് പാർട്ടി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ചെറിയ രീതിയിലൊരു അട്രാക്ഷൻ നിങ്ങളുടെ പേഴ്സൺ ആരോടോ ഉണ്ട്. ഇപ്പോഴാണ് ആ ഒരു രീതിയിലുള്ള സംസാരം, ചെറിയ രീതിയിലൊരു സംസാരം അവർ തുടങ്ങിയിട്ടുണ്ട്. അല്ലാതെ വേറെ ഒന്നും ആയിട്ടില്ല. അതായത് ഒരു ചെറിയ രീതിയിലൊരു അട്രാക്ഷൻ വന്നു, അങ്ങനെ സംസാരിക്കാൻ തുടങ്ങി, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ തേർഡ് പാർട്ടിയായിട്ട് തന്നെ ഒന്നും തന്നെ ഇല്ല. ചിലപ്പോൾ അത് ഫ്രണ്ട് ആയിരിക്കാം, അല്ല എങ്കിൽ ഒരു അട്രാക്ഷൻ മാത്രമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ അത് ആലോചിച്ച് വിഷമിക്കണം. ചിലപ്പോൾ നിങ്ങളത് സംശയിച്ച് കാണാം ഒരു വ്യക്തിയെ ഇവരുമായിട്ട്. അപ്പോൾ കൂടുതൽ ആൾക്കാരുടെ ലൈഫിൽ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഫാമിലി തന്നെയാണ്. കാസ്റ്റ്, കൾച്ചർ, ഏജ് ഡിഫറൻസ്, സ്റ്റാറ്റസ്, ട്രഡീഷൻ, അതൊക്കെ തന്നെയാണ് ഏജ് ഇവിടെ തേർഡ് പാർട്ടിയായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള കറണ്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ കറണ്ട് ഫീലിംഗ്. ഇനി നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തമ്മിലുള്ള കറണ്ട് ഫീലിംഗ് എന്താണെന്ന് നോക്കാം. ഇവിടെ നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തമ്മിലുള്ള കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഭാഗത്തുനിന്ന് പല ശ്രമങ്ങളും നടത്തുന്നുണ്ട്. പക്ഷേ ഇവർക്ക് ശ്രമങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവരുടെ ഓപ്പോസിറ്റുള്ള തേർഡ് പാർട്ടി സമ്മതിക്കുന്നില്ല. ഫാമിലിയാണ് ഇപ്പോൾ തേർഡ് പാർട്ടി എങ്കിൽ നിങ്ങളുടെ കാര്യം പറയുകയാണ്, അവർ ഒരു വിധത്തിൽ സമ്മതിക്കുന്നില്ല. ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ കാസ്റ്റോ കൾച്ചറോ ട്രഡീഷനോ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായിരിക്കും, ഏജ് ഡിഫറൻസ് ഉണ്ടായിരിക്കും. അത് കാരണം ഇല്ലെങ്കിൽ ഒരാൾ പാവപ്പെട്ട ആൾ, ഒരാൾ പൈസയുള്ള ആൾ, അങ്ങനെ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഫാമിലി നിങ്ങളുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിന് സമ്മതിക്കുന്നില്ല. അപ്പോൾ ഇവരുടെ ശ്രമങ്ങളെല്ലാം പാഴായിക്കൊണ്ടിരിക്കുകയാണ്.
ഇവിടെ ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം ഇവർ ആഗ്രഹിക്കും പോലെ നടക്കണമെന്നാണ്. പക്ഷേ അങ്ങനെ സംഭവിക്കുന്നില്ല. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ അറിയാം നിങ്ങൾ ഒത്തിരി ഇവരെ സ്നേഹിക്കുന്നുണ്ട്, നിങ്ങൾ ഒത്തിരി അറ്റാച്ച്മെൻറ്റ് ഇവരിൽ വയ്ക്കുന്നുണ്ട് എന്ന്. പക്ഷേ എന്ത് ചെയ്യാനാണ്, ഇവരുടെ ശ്രമങ്ങൾ പാഴായി പോകുന്നതാണ് ഇവിടെ പ്രശ്നമായിട്ട് വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആവശ്യമില്ലാതെ ഇവരെ കുറ്റപ്പെടുത്തരുത്. കാരണം ഇവരുടെ ഭാഗത്തുനിന്ന് ഇവർ മാക്സിമം ശ്രമിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നോ കോൺടാക്ട് സിറ്റുവേഷനിലോ സെപ്പറേഷനിലോ ആണ് എങ്കിൽ നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് കോളോ മെസ്സേജോ ചെയ്യുവാൻ ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ വരാൻ പോകുന്ന സമയം നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് കോളോ മെസ്സേജോ ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ വളരെ ഹോപ്പ്ഫുള്ളായിട്ടാണുള്ളത്. അപ്പോൾ നിങ്ങളും ഹോപ്പ്ഫുള്ളായിട്ടിരിക്കുക. വരാൻ പോകുന്ന സമയം നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബന്ധത്തിൽ എന്തൊക്കെ കുഴപ്പങ്ങളും പ്രശ്നങ്ങളാണോ ഉള്ളത് അതെല്ലാം മാറുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പ്രതീക്ഷയോടെ ഇവർക്ക് വേണ്ടി കാത്തിരിക്കുക. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തമ്മിലുള്ള ആ ഒരു കറണ്ട് ഫീലിംഗ്. ഇനി നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണ് എങ്കിൽ എപ്പോഴാണ് ഇവർ നിങ്ങളുടെ അടുത്തേക്ക് വരിക എന്നുള്ളതും കൂടെ നോക്കാം. ഇവിടെ നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടിയിൽ നിന്ന് പുറത്ത് വരാൻ കുറച്ച് സമയം എടുക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. 36 696 636 363 ആ നമ്പറൊക്കെ ഇവിടെ കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഏത് തേർഡ് പാർട്ടി ആയാലും എൻഡാകും, പക്ഷേ കുറച്ച് സമയമെടുക്കും. നിങ്ങൾ അപ്പോൾ പ്രതീക്ഷയോടെ ഇവർക്ക് വേണ്ടി ഹോപ്പ്ഫുള്ളായിട്ട് കാത്തിരിക്കേണ്ടതാണ് എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. ഇപ്പോൾ ഇവരുടെ ഹാർട്ട് ചക്രയിലും തേർഡ് ഐ ചക്രയിലുമാണ് വർക്ക് നടക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് ഇവർക്ക് ഇവരുടെ ആ ഒരു ജീവിതത്തിൽ പല മാറ്റങ്ങളും കാണുന്നതാണ്. അതായത് ഹാർട്ട് ചക്ര ആണ് എങ്കിൽ നമ്മുടെ ആ ഒരു സ്നേഹം, എക്സ്പ്രഷൻ ഓഫ് ലവ്, നിങ്ങളോട് കാര്യങ്ങളൊന്നും എക്സ്പ്രസ് ചെയ്യത്തില്ല, എല്ലാം ഹൈഡാക്കി വയ്ക്കും, അതെല്ലാം ഒരു മാറ്റം വരും. തേർഡ് ഐ ചക്രയാണെങ്കിൽ ഇവരുടെ വിഷൻ ക്ലിയർ ആവും, ആര് നല്ലത് ആര് മോശമെന്ന് ഇവർക്ക് മനസ്സിലാകും. കൂടാതെ ചില ആൾക്കാരുടെ പേഴ്സൻ്റെ സൈക്കിൾ ചക്രയും ബ്ലോക്കേജസ് കാണുന്നുണ്ട്. അങ്ങനെ സൈക്കിൾ ചക്ര ബ്ലോക്കേജസ് ആണ് എങ്കിൽ ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ കൂടുതലായിട്ട് ഇൻട്രസ്റ്റ് കാണിക്കും. അതായത് അനാവശ്യമായിട്ടുള്ള അഫെയർ വയ്ക്കും, മറ്റൊരാളുടെ അട്രാക്ഷൻ തോന്നും. അപ്പോൾ ഇങ്ങനെയുള്ള ചക്രാസ് സൈക്കിൾ ചക്ര ബ്ലോക്കേജസ് ആകുമ്പോഴാണ് മറ്റൊരാളോട് നിങ്ങളുടെ പേഴ്സണ് ഭയങ്കരമായിട്ട് അട്രാക്ഷൻ തോന്നും. തേർഡ് പാർട്ടി ഉണ്ട് എങ്കിൽ തേർഡ് പാർട്ടിയോട് കൂടുതൽ അട്രാക്ഷൻ തോന്നും, നിങ്ങളോട് അട്രാക്ഷൻ കുറയും. അപ്പോൾ ഇങ്ങനെയുള്ള ബ്ലോക്കേജസ് ഈ 3 ചക്രാസ് ബ്ലോക്കേജസ് കാരണം ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇതൊന്ന് ഹീലായാൽ മാത്രമേ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കുകയുള്ളൂ. ഇവിടെ 6 ആണ് നമ്പർ വന്നിരിക്കുന്നത്. മാക്സിമം 6 ദിവസത്തിനുള്ളിൽ മാത്രമേ നോ കോൺടാക്ട് സിറ്റുവേഷനോ സെപ്പറേഷനിലാണ് നിങ്ങളുടെ പേഴ്സണെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് കോളോ മെസ്സേജോ വരുവാനുള്ള ചാൻസ് ഉള്ളൂ. ലക്കി വണ്ണായിട്ടുള്ള ആൾക്കാർക്ക് 2 ദിവസത്തിന് കോളോ മെസ്സേജോ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ റിലീസായി പോകാൻ കുറച്ച് സമയമെടുക്കുമെന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. കോളോ മെസ്സേജോ വരാൻ 6 ദിവസത്തിനുള്ളിൽ കോളോ മെസ്സേജോ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.